ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഒന്നിച്ചിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ഇഷ്ടമാണോ? അതായത് പെട്ടിയും കിടക്കയും പായും കുതിരാണ്ടും ഒന്നും എടുക്കാതെ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരുന്ന ഒരു ട്രിപ്പ്. അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താലും ഒപ്പല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് കാണേണ്ടിട്ടാ. നിങ്ങളിലേ പലവരുണ്ടാവും കുറേ നല്ല അടിപൊളിയായിട്ട് നല്ല ഭയങ്കര ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരാളുണ്ടാവും. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് ഒരു വർഷത്തോളമൊക്കെ ആവും പ്ലാനിങ് കിട്ടാം. നമുക്ക് അടുത്ത വർഷം പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇപ്പം തന്നെ തുടങ്ങും. സ്വപ്നത്തിലൊരു 100 വട്ടം നമ്മൾ ആ ട്രിപ്പിന് പോയിട്ടുണ്ടാവും. പക്ഷേയോ നമ്മൾ ശരിക്കും ആ ട്രിപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യൂല. ശരിക്കും ആ പ്ലാൻ ചെയ്യാണ്ടായിരുന്ന മെയിനായിട്ടുള്ള ആളായിരിക്കും ഉഴപ്പിയിട്ട് ആ ട്രിപ്പ് മൊത്തത്തിൽ കൊളാക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങളും കസിൻസായിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യൂട്ടാ. പക്ഷെ ഒരു ട്രിപ്പ് പോലും നല്ലപോലെ പോയിട്ടില്ല. എന്തിനു പറയണത്, നമ്മുടെ നാട്ടിലുള്ള വളാഞ്ചേരി ഫ്ലോറ ഫാൻറ്റസിക്കില്ലേ ഒരു 4-5 വട്ടം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഒരു ദിവസമല്ലേ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ആ നിമിഷം ആ ഒരു ട്രിപ്പ് മുടങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം അത്രക്കുണ്ട് ഞങ്ങളെ പ്ലാനിങ്ങിൻ്റെ ഒക്കെ പവർ ഇട്ടാ. അപ്പം ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിലേ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇക്കാക്ക് രാത്രി വിളിച്ചുകൊണ്ട് പറയുകയാണേ റെഡി ആയിക്കോളേട്ടാ, നാളെ നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. അതും എങ്ങോട്ടെന്നോ എന്താ ഒന്നുമില്ല കേട്ടോ, നമുക്ക് നാളെ പോകാനുണ്ട്, റെഡി ആയിക്കോളി എന്ന് പറഞ്ഞ് ഞങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാരോടും മാപ്പാനോടൊക്കെ ഇല്ലേ ആ കിടക്കാൻ നേരത്ത് പറഞ്ഞ് പിന്നെ നാളെ 4 മണിക്ക് എണീക്കണവരൊക്കെ ഒരു 3 മണിക്ക് എണീച്ചാലും 9 മണിക്ക് എണീക്കുന്ന ആൾക്കാരും 3 മണിക്ക് എണീച്ചാലും നമുക്കൊരു ട്രിപ്പ് പോകാനുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു തലേന്ന് വെച്ച് പറയുന്നത് കൊണ്ട് ഈ നമ്മളെ ഉമ്മാക്കും പാപ്പാക്കൊക്കെ ഒരു പണിയുണ്ട്, പോണ്ടേ അതൊക്കെ ഇപ്പോൾ ശരിയാവുമോ എന്നുള്ളൊരു ചിന്തല്ലേ. നമ്മൾ ആ സമയം വെച്ച് പറയുന്നതുകൊണ്ട് തന്നെ ഓർക്ക് ചിന്തിക്കാനുള്ള ടൈമില്ല. നമ്മളിപ്പോൾ ഒരു ദിവസം കൂടി മുന്നായിട്ട് പറയുകയാണെങ്കിലേ ആ പിറ്റത്തെ ദിവസം മൊത്തം കുത്തിയിരുന്നിട്ട് എൻ്റെ ഉമ്മയാണെങ്കിൽ ഇപ്പോൾ ചിന്തിക്കൂട്ടാ നമ്മൾ നിസ്കാരമൊക്കെ കല്ലത്താവും, അല്ലെങ്കിൽ പെരയത്തെ പണിയും കാര്യമൊക്കെ അവിടെ ഇപ്പോൾ ടൂർ പോകാൻ നിൽക്കുക, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ മുടക്കും. ഇപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ എന്താ ഇപ്പം എൻ്റെ പണി മുടക്കിയിട്ട് ഇപ്പോൾ ടൂർ പോകാൻ നിൽക്കുക, അതായിരിക്കും ഓരോ വർത്താനം കേട്ടോ. അപ്പം അതിനൊന്നുമില്ല ആ ചിന്തിക്കാനുള്ള ഒരിടയും കൊടുക്കാതെ ഞങ്ങളിതേ ഒരു ട്രിപ്പ് പോയി. എങ്ങിട്ടാന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മളില്ലേ 2 വർഷം മുന്നേ ആണെന്ന് തോന്നിട്ടാ ഒരു സുമാർ കണക്ക് പറഞ്ഞതാണ് മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാന്ന് പറഞ്ഞിട്ട് ഒരു മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അന്ന് എല്ലാവരും കൂടി വണ്ടി വലിച്ച് മസനഗുഡി പോയിട്ട് ഒന്നാകെ ബ്ലോക്കായി. അതൊരു ഒടുക്കത്തെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും പോയ ആൾക്കാരതൊക്കെ. അപ്പം നമ്മളിതേ ഒന്ന് തിരക്കൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു 2 വർഷത്തിനൊക്കെ 2 വർഷമായിട്ടുണ്ടാവും ശേഷം നമ്മളിതാ ഇന്നല്ല നമ്മളൊരു ട്രിപ്പ് പോയി മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതിപ്പോൾ ഇല്ലേ നമ്മൾ ഫാമിലി ഒന്നിച്ചിട്ടല്ലേ പോണ്, അതും ഞങ്ങൾ ഫാമിലി ആയിട്ട്, അത് ഉക്കാക്കയും കൂടി ഇപ്പം നാട്ടിലുണ്ടായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ്. അതിപ്പോൾ ഇനിയില്ലേ നമ്മുടെ ആലത്തൂരും പുതിയങ്ങാടി വഴി കോരങ്ങത്ത് പാർക്കിൽ പോവുകയാണെങ്കിലും എൻ്റെ അമ്മച്ചിൻ്റെ ഇപ്പച്ചിൻ്റെ ഇക്കാക്കാൻ്റെയും ബാബിൻ്റെയും എൻ്റെ അഞ്ചത്തിൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്നിച്ചൊരു ട്രിപ്പ് പോണത്. അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നേ. പിന്നെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി നമ്മളുള്ള സമയം കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ട് ഉമ്മിപ്പിന്ന് വെച്ചാൽ ഇതേപോലെ തുപ്രങ്കോട് പഞ്ചായത്ത് പോലും ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ദേ നമ്മൾ പോവാണ്. ഇനി ഞങ്ങളിതേ പോണ ആൾക്കാരെ കാര്യം പറയുകയാണെങ്കിലേ എൻ്റെ ഭാവിയില്ലേ 1-2 വട്ടം ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും ആള് പഠനയാത്ര പോയ പോലെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ച് ആളതിൽ നല്ല പക്കാണ് കേട്ടോ. അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം ഉണ്ട് അവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആള് എൻ്റെ അഞ്ചത്തി 3-4 വട്ടം ഓളും പോയിക്കണ്. അതായത് 5ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഒക്കെ ഓൾ ഊട്ടിക്ക് തന്നെ പോയിക്കണ് തോന്നിട്ടാ. അതുകൊണ്ട് തന്നെ ഓൾക്ക് വരാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ ഫാമിലി ട്രിപ്പ് വെറുതെ ഒഴിവാക്കരുതല്ലോ എന്ന് കരുതിയിട്ട് വണ്ടി കയറി കുത്തിയിരുന്ന കേട്ടോ ഓള്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനിച്ചിട്ട് 22 വർഷമായിട്ടും ഞാൻ ഊട്ടിയിൽ പോയിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നത്തിലൊക്കെ പോയി വന്നതാണ്. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ അതിങ്ങനെ കാണാനുള്ള ഒരു ത്രില്ലിലും എൻ്റെ അനിയത്താണെങ്കിൽ കണ്ട് ബോറടിച്ച ത്രില്ലിലും ബാബി ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്
എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെങ്ങായിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരൊക്കെ മുന്നേ കുറേ വട്ടം പോയവരാണ്. അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ടും കാര്യങ്ങളൊന്നും ഇക്കപ്പൻ്റെ അടുത്തില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലേ എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളും. ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. കാരണമല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സുബഹിസ്കാരം കഴിഞ്ഞ് ആ ഒരു സമയത്താണ് കേട്ടോ. ഞങ്ങൾ രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു വൺ ഡേ ട്രിപ്പാണ്. എന്നാൽ നല്ല അടിച്ച് പൊളിച്ച് ആനേനെയും അതുപോലെ തന്നെ മയിലിനെയും മാനിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുലിനെയും കാണാം, കാരണം നമ്മൾ മസനഗുഡി വഴിയല്ലേ പോണത്. അപ്പോൾ ഇതാ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പിന്നെ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തില്ലേ ഒരു ട്രിപ്പിൻ്റെ ഒരു മൂഡൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കല്യാണം കാര്യമൊക്കെ ആയിട്ട് നല്ല ഉറക്കക്ഷീണവും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാ പെട്ടെന്ന് എണീച്ചിട്ട് വണ്ടി കയറിയപ്പോൾ ഞാൻ ഫുൾ ഓഫായിരുന്നു കേട്ടോ. നിലമ്പൂർ എത്തിയ സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഒന്നൊന്ന് ഉഷാറായപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടുമില്ല, പക്ഷെ നിങ്ങൾക്ക് പോകാനാണെങ്കിൽ അതിനനുസരിച്ച് റൂട്ടും കാര്യങ്ങളൊക്കെ അറിയുന്ന രീതിക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉറങ്ങാനായിരുന്നു കേട്ടോ. എനിക്ക് ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഈ തലവേദന അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവും. പക്ഷേ മാഷാ അല്ലാഹ് ആ ട്രിപ്പിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കുറങ്ങും, പിന്നെ ഒന്ന് എണീക്കും, ഒന്ന് ഉഷാറാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഉറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോൾ വീഡിയോ നമ്മൾ മെയിനായിട്ട് നല്ല കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതേ പിന്നെ ഒരു കുറച്ചൊക്കെ ടൈം ആയ സമയത്ത് നമ്മൾ സ്ഥലം എവിടെയാണെന്നൊക്കെ അറിയില്ല കേട്ടോ. നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ പോകുന്ന സമയത്തില്ലേ ഇവർ പറഞ്ഞേ നമ്മളിനി മൈസൂർക്കാണ് പോകുന്നുണ്ട്, അതായത് ഊട്ടി എന്നുള്ളതിൻ്റെ കാക്ക രാത്രിയായിട്ടോ പറയുന്നത്. പിന്നെ ഈ ട്രിപ്പിൻ്റെ മെയിനായിട്ടുള്ള ഒരു കോർഡിനേറ്റർ എന്ന് പറയുന്നത് കാക്കയും ബാബിയാട്ടോ. ഇക്കാക്കാൻ്റെ കാര്യം പറയാനില്ലേ ആള് അന്ന് രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നമ്മളിങ്ങനെ പോവുകയാണ്, ഊട്ടിക്കാണ് പോണത്, എന്തായാലും വരണം, വണ്ടിയൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്, വണ്ടി മാറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു സംഭവം നടക്കൂല. പക്ഷെ നമ്മൾ പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒറ്റ രാത്രി മതി, അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ് മതി, നമ്മൾ പോകാമെന്ന് പറഞ്ഞ് വണ്ടി കിട്ടുകയാണ്, ആളെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പോവാം. അതാണ് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരാളൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ പോകാനായിട്ട് വിചാരിച്ച് പോവാം. പൈസ വരുമ്പോൾ വരട്ടെ, പണം പോയി പവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോവും, അത്രയേ ഉള്ളൂ. അല്ലാതെ കുറേ പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിതേ ഇങ്ങനെ പോയി ഇതിപ്പോൾ എവിടാ അങ്ങനെ എവിടെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വർത്താനം പറഞ്ഞ് ഞാൻ എവിടെയൊക്കെ എത്തിയില്ലേ. നല്ല റൂട്ടൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ബ്ലോക്കോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടോ കാര്യമോ അങ്ങനെയുള്ള സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. തിരിച്ച് വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലാണ്ട് കുഴപ്പമോ കാര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും മെൻ്റലി കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ ഇതുപോലെ ഒരു ട്രിപ്പ് പോകാൻ എല്ലാവരും കുറേ പൂതി വെച്ചതാണ്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ഓരോരോ കാര്യത്തിൽ ബിസി ആയിട്ട് നടന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ബിസി ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോകണമെന്ന് വിചാരിച്ച് അത്രയും ഉറപ്പിച്ച് പോയാൽ മാത്രമേ നമ്മൾ ആ ഒരു കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാൽ നീളേന്നല്ലേ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കുന്ന ക്ലിപ്പൊക്കെ ഇപ്പോഴാണ് എത്തിയതില്ലേ. അപ്പോൾ നമ്മളിതാ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളിതേ ഇനി മുടുമലൈ ടൈഗർ റിസർവ് അവിടേക്ക് കയറുകയാണ്. അതായത് നമ്മുടെ മസനഗുഡി ആ ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. കണ്ട കയറുന്ന എൻട്രൻസിലായിട്ട് തന്നെ പുലിനെ കാണാമെന്നൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിലും ഒരു പൂച്ചനെ പോലും കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല കേട്ടോ. കാരണമല്ലേ നമ്മളിതുപോലെ തന്നെ നെല്ലിയാമ്പതി അതുപോലെ വാൽപ്പാറ ആ ഭാഗത്തൊക്കെ പോണ സമയത്ത് ആനനെ കാണാം, ഇവിടെ ആനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പുലിയുണ്ട്, ഇവിടെ പൂച്ചയുണ്ട്, കോഴിയുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഒന്നിനും കാണാറില്ല. കുറേ കുരങ്ങന്മാരെ കാണാം, അതാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാവാറ്. സോ ഞങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ കാക്ക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇതെന്തായാലും കാണാൻ പറ്റും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കോളും, എന്തിനെങ്കിലുമൊക്കെ ഒന്ന് കാണാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പിന്നെ എല്ലാവരും ആ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ട് ഭാഗത്തുനിന്നും പുറത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്തിനെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാലല്ലേ നമ്മുടെ ആ ഒരു ട്രിപ്പ് സക്സസ്ഫുള്ളി ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. സോ എല്ലാവരും അപ്പുറത്തും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ കേട്ടോ. കുരങ്ങന്മാരെ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിനെന്തായാലും കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നമുക്ക് ആനനെ കാണാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. അതുപോലെ മാനിനെ പറ്റിയാൽ കാണാം, ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ആ ഒരു മരങ്ങളിടയിൽ കൂടെ ഇങ്ങനെ ആ ഒരു റോഡും നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് റോഡ് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്.
പിന്നെ ഊട്ടിയിൽ തണുപ്പാന്നുള്ള ബോധം എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടാ. കാരണം അതിനുള്ള ആ ചിന്തിക്കാനുള്ള ടൈമൊന്നും നമുക്കില്ലല്ലോ. എന്ത് ഡ്രസ്സ് ഇടണമെന്ന് വരെ പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ആ രാത്രി കിടന്നുറങ്ങി നമ്മൾ രാവിലെ ആയപ്പോഴത്തേന് നമ്മൾ പോന്ന്. അപ്പം നമുക്ക് ഒന്നിനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെ തണുത്ത് പറിച്ച് പണ്ടാറടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ. ഇനിയിപ്പോൾ ഇതിൽ കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ പാർട്ട് 2 ആയിട്ടും 3 ആയിട്ടും ഒക്കെ ഇടാം. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 വശത്തും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കാരണം ഇതുപോലെ ഒത്തിരി പച്ചപ്പും മരങ്ങളും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഒരു കൂട്ടം മാനുകൾ ഇതാ ഇതുപോലെ പുല്ലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറേ ആടുകളൊക്കെ നിൽക്കണല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം മാനിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അതുവരെ നമുക്ക് ഒന്നിനും കാണാൻ പറ്റാത്ത കാരണം അങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു ഇതിൽ എൻ്റെ അനിയത്തി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഈ ഭാഗത്ത് ആ കുറേ മാനിനെ കണ്ടത്. അപ്പം പിന്നെ നമുക്കൊരു പ്രതീക്ഷയായി, കാണാൻ പറ്റും, ഇവിടെ ഉണ്ട്, വെറുതെ പറയല്ല എന്നൊക്കെയുള്ള ആ ഒരു ഇത് വന്നിട്ടാ. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ 2 വശത്തുനിന്നും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഭാഗത്തുണ്ടോ ഈ ഭാഗത്തുണ്ടോ, ഇജ്ജ് അങ്ങോട്ട് നോക്കുക ഞാൻ അങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ പോകുന്ന വൈക്കൊക്കെ ആയിട്ട് ഒത്തിരി മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ കൊമ്പുള്ളതും പിന്നെ കൊമ്പില്ലാത്ത പുള്ളിയൊക്കെ ആയിട്ടുള്ള നല്ല നല്ല മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നേ. എൻ്റെ അനിയത്തിൻ്റെ പരിഭവം മാറ്റാതെ ലെഫ്റ്റ് സൈഡിലും ഒത്തിരി മാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മൾ വീഡിയോ എടുത്തു, കുറേയൊക്കെ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ ആ കാണുന്ന ആളെ കണ്ടല്ലോ. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കേട്ടോ അത്. അതായത് നമ്മൾ ആനനെ കാണും എന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ അതാ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാനൊന്നല്ല കേട്ടോ, ഒരു 3-4 ആനനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേയൊക്കെ അവിടെ ഇങ്ങനെ ഒരു കാട് പോലെ മൊത്തത്തിൽ ഇങ്ങനെ കുറേ മരങ്ങളിടയല്ലേ, അതിനിടയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതേ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ ഒരു ഭാഗത്തില്ലേ ഒത്തിരി ആനകളുണ്ട് കേട്ടോ. പക്ഷെ അതേ ഇതൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ഭാഗത്തൊക്കെ കുറേ അരുവിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാൻ വന്നതും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഭാഗത്ത് അടുത്തുനിന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതന്നെ നമ്മൾ സൂം ചെയ്താണ് കേട്ടോ, ഭയങ്കര അടുത്തൊന്നല്ലേ. പിന്നെ ഇതാ വേറെ എന്തിനെ കണ്ടു. അങ്ങനെ നമ്മൾ കുറേ ആനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിട്ടോ. കാരണം നമ്മൾ ഒട്ടും വിചാരിച്ചതല്ല അങ്ങനെ ആനനൊക്കെ കാണാൻ പറ്റുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഭയങ്കര ബലം പിടിച്ച് നിൽക്കുന്ന ആളാണ് നമ്മളെ ഉപ്പച്ചി. അതായത് അങ്ങനെ നമ്മൾ ഫാമിലി ട്രിപ്പൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങളത് പോയിക്കോളൂ ഞാനില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാട്ടോ. വരാൻ പൂതി ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു വെയിറ്റ് ഇട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ആളായിട്ട് വന്നു. പിന്നെ അതുപോലെ ഉമ്മയാണെങ്കിലും അങ്ങനെ പുറത്ത് പോവുകയും അങ്ങനെ കാര്യങ്ങൾ കാണുകയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരായിട്ട് വരുമ്പോൾ മാക്സിമം ആ ട്രിപ്പ് നല്ല അടിപൊളി ആവണം. അതുപോലെ ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല അതുപോലെ തന്നെ ആവണം. അതായത് ആനയും പൂച്ചനെയും പൂച്ചയല്ല മാലിന്യം കാര്യങ്ങളൊക്കെ കണ്ടാൽ അവരൊത്തിരി ഹാപ്പി ആവും. അതല്ലേ നമ്മളെ സന്തോഷം. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആവുമ്പോൾ അവർ ഹാപ്പി ആവണം എന്നുള്ളത് നമ്മൾ ആ ഒരു ട്രിപ്പിലെ മെയിൻ ഒരു ഘടകമല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങളിതൊക്കെ കണ്ടിട്ടില്ലേ എങ്ങനെ ഒച്ച ഉണ്ടാക്കും കേട്ടോ. അതായത് ഇങ്ങനെ ഞാനാ പൂച്ച കോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് കാക്ക് ചീത്ത പറയും. അതായത് ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അവർ പോകുമെന്ന് പറഞ്ഞിട്ടൊക്കെ ചീത്ത പറയും. എന്നാലും നമ്മൾ മാക്സിമം ഒക്കെ ഇങ്ങനെ സൗണ്ട് കുറച്ചിട്ടും ഒച്ചയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ എന്തൊക്കെ പറയുന്നത്, ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയൊരു ട്രിപ്പാണ് കേട്ടോ അത്. അപ്പോൾ അവർ വിചാരിക്കുമേ ഫുൾ ടൈം കിടന്നുറങ്ങി ഓൾ എപ്പോഴാണ് ഹാപ്പി ആയതെന്ന്. പക്ഷെ അങ്ങനെയല്ല, രസമായിരുന്നു. അതായത് ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇനി കൊല്ലത്തിലൊക്കെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാക്ക നാട്ടിലുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വട്ടം പോയ സമയത്ത് ഭാവി പ്രഗ്നൻ്റ് ആണ്. പിന്നെ ഉമ്മയിപ്പൊന്നും ആ ഒരു ട്രിപ്പിലൊന്നും ഉണ്ടാവാറ് പോലും ഇല്ല. അപ്പോൾ അത്രയും ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്നുണ്ടായിട്ട് എല്ലാവരും കൂടി പോകാൻ പറ്റിയപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മളിതേ പോകുന്ന വഴിക്ക് മയിലിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. മയിലിന് പിന്നെ ഇപ്പോൾ എന്താണെന്നറിയോ, മയിൽ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഫുൾ ടൈം ഉണ്ട്. അതുകൊണ്ട് മയിലിനെ കാണുമ്പോൾ വലിയ അരവാരൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല പീലിയൊക്കെയുള്ള മയിലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ അരുവിയൊക്കെ ഉണ്ടായിരുന്നെന്ന്. നോക്കിയേ നല്ല രസമല്ലേ ഈ ഭാഗമൊക്കെ കാണാനായിട്ട്. ഈ ഫോണിൽ കാണുന്നതിനെക്കാട്ടി അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നല്ലേ ഈ വഴിയൊക്കെ പോയ ആൾക്കാർക്കും ഇതൊക്കെ കണ്ടവർക്കും ഇതിനെക്കാട്ടി വലിയ സംഭവങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് ഇതൊന്നും വലിയതായിരിക്കൂല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അത്. എന്നെപ്പോലെ തന്നെ ഇതൊന്നും കാണാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഒത്തിരി മാനിനായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഊട്ടീനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഊട്ടിയിൽ എവിടെയൊക്കെ പോയി എന്നുള്ളതും അതുപോലെ തന്നെ ശരിക്കും ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും മഞ്ഞൊക്കെ ഇങ്ങനെ വീണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ 2ാമത്തെ പാർട്ടായിട്ട് ഇടാം കേട്ടോ. കാരണം വീഡിയോ നല്ലോണം ലെങ്ത് ആയി പോവും. അപ്പം നിങ്ങൾക്ക് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പ്ലേസിൽ
ബസ്സിൽ പോകണം, എത്ര സമയത്ത് നിങ്ങൾ ഇറങ്ങണം, എത്ര സമയത്ത് അവിടെ എത്തണം എന്നുള്ളതിനെല്ലാം പറ്റിയിട്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആരവാരം. അത് വിചാരിച്ചിട്ട് ഇനി എൻ്റെ കമൻറ്റിൽ വന്നിട്ട് ആരും വന്ന് ട്രോൾ ചെയ്യരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.